PSC ഗ്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട PSC അപ്ഡേറ്റ്സ് ആണ് കേട്ടോ നമ്മൾ നോക്കാൻ പോകുന്നത്. എല്ലാ ക്ലാസ്സിലും നമ്മൾ PSC അപ്ഡേറ്റ്സ് നോക്കാറുണ്ട്. PSC സംബന്ധമായിട്ടുള്ള ഏതൊരു വിവരങ്ങളും എല്ലാ ദിവസവും നിങ്ങൾക്ക് അറിയുന്നതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ആരെങ്കിലും 10th പ്രിലിംസ് പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും അതുപോലെ തന്നെ മോഡൽ എക്സാമും LP സ്കൂൾ അസിസ്റ്റൻറ്റ് NCA കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ ആരും പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്കും അതുകൂടാതെ തന്നെ കേറ്റഡ് കാറ്റഗറി 3 and 2 സോഷ്യൽ സയൻസ് ആൻഡ് സൈക്കോളജി ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട PSC അപ്ഡേറ്റുകൾ ഏതൊക്കെയാണെന്നൊന്ന് പരിശോധിക്കാം. അതിൽ ഫസ്റ്റ് വൺ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് വിജ്ഞാപനം ഡിസംബർ 31 എന്ന് പറയുന്ന ഒരു ന്യൂസാണ് കേട്ടോ. സെക്രട്ടേറിയറ്റ് PSC ഓഡിറ്റ് വകുപ്പ് തുടങ്ങിയവയിൽ അസിസ്റ്റൻറ്റ് ഓഡിറ്റർ വിജ്ഞാപനം ഡിസംബർ 31 പ്രസിദ്ധീകരിക്കും. 2025 ജനുവരി 29 രാത്രി 12 മണി വരെ നമുക്ക് അപേക്ഷ സ്വീകരിക്കാനുള്ള അവസാന സമയം എന്ന് പറയുന്നത്. ഓൺലൈനാണ് അപേക്ഷിക്കേണ്ടത്. ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്താത്തവർ അതിനുള്ള നടപടി പൂർത്തിയാക്കിയാൽ പ്രൊഫൈലിലൂടെ അപേക്ഷിക്കാം. നിലവിൽ പ്രൊഫൈൽ ഉള്ളവർ അതിലൂടെ അപേക്ഷിക്കേണ്ടത്. വിജ്ഞാപനത്തിൻ്റെ വിശദാംശങ്ങൾ മാതൃഭൂമി തൊഴിൽ വാർത്ത പ്രസിദ്ധീകരിക്കും. സെക്രട്ടേറിയറ്റ് PSC ഓഡിറ്റ് വകുപ്പ് എന്നിവയ്ക്ക് പുറമെ അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് എറണാകുളം, ഓഫീസ് ഓഫ് വിജിലൻസ് ട്രിബ്യൂണൽ, സ്പെഷ്യൽ ജഡ്ജ് ആൻഡ് എൻക്വയറി കമ്മീഷണർ ഓഫീസ് എന്നിവിടങ്ങളിലും അസിസ്റ്റന്റ് നിയമന റാങ്ക് പട്ടികയിൽ നിന്നാണ് നടത്തുന്നത്. തസ്തികയുടെ പേര് അസിസ്റ്റന്റ് ഓഡിറ്റർ. ശമ്പള സ്കെയിൽ 27 മുതൽ 59 വരെയാണ്. ഒഴിവുകൾ പ്രതീക്ഷിക്കുന്ന നിയമന രീതി നളനെ. അതുപോലെ പ്രായപരിധി 18-36 വരെയാണ്. 2/1/1988 1/1/2006 ഇടയിൽ ജനിച്ചവർക്കും SC ST ഉൾപ്പെടെയുള്ളവർക്കും ഉയർന്ന പ്രായപരിധി 5 വർഷം, മറ്റു പിന്നോക്ക വിഭാഗക്കാർ 3 വർഷം ഇളവ് അനുവദിച്ചിട്ടുണ്ട്. യോഗ്യത വരുന്ന അംഗീകൃത സർവകലാശാലയിൽ നിന്നും ബിരുദം അല്ലെങ്കിൽ തത്തുല്യമായിട്ടുള്ള കോഴ്സ് പഠിച്ചിരിക്കേണ്ടതാണ്. ഇത്തവണയും 2 ഘട്ട പരീക്ഷയിലൂടെയാണ് റാങ്ക് പട്ടിക തയ്യാറാക്കുന്നത്. പ്രാഥമിക പരീക്ഷ വിജയിക്കുന്നവർക്കുള്ള മുഖ്യ പരീക്ഷയ്ക്ക് ഇത്തവണ 2 പേപ്പറുകൾ ഉണ്ടാകുമെന്ന് PSC അറിയിച്ചിരുന്നു. 100 വീതം മാർക്കുള്ളതാണ് 2 പേപ്പറും. കഴിഞ്ഞ തവണ മുഖ്യ പരീക്ഷയ്ക്ക് 1 പേപ്പറായിരുന്നു. മുഖ്യ പരീക്ഷ 2 പേപ്പറുമായി ലഭിക്കുന്ന മാർക്ക് അഭിമുഖത്തിൻ്റെയും മാർക്ക് ചേർത്താണ് റാങ്ക് പട്ടിക നിർണ്ണയിക്കുന്നത്. പ്രാഥമിക പരീക്ഷയുടെ മാർക്ക് മുഖ്യ പരീക്ഷയുടേതിനുള്ള തെരഞ്ഞെടുപ്പിന് മാത്രമേ പരിഗണിക്കുകയുള്ളൂ. വിശദമായ പാഠ്യപദ്ധതിയും പരീക്ഷാ പദ്ധതിയും വിജ്ഞാപനത്തിനൊപ്പം പ്രസിദ്ധീകരിക്കും. ആകെ റിപ്പോർട്ട് ചെയ്യുന്ന ഒഴിവിൽ 4% ഭിന്നശേഷിക്കാർക്കായി സംവരണം ചെയ്തിട്ടുണ്ട്. ഇതുവരെ നൽകിയത് 419 നിയമന ശുപാർശ. നിലവിലെ റാങ്ക് പട്ടികയിൽ നിന്ന് 419 പേർക്ക് നിയമന ശുപാർശ അയച്ചിട്ടുണ്ട്. ഓപ്പൺ കോമ്പിനേഷൻ 285 റാങ്ക് വരെയുള്ളവർക്കും നിയമന ശുപാർശ ലഭിച്ചു. മറ്റു സംവരണത്തിൻ്റെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ തവണ വളരെ വലിയ രീതിയിലുള്ള PSCയുടെ അപ്ഡേറ്റ് സഹിതമാണിത് വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ കൃത്യമായിട്ട് അപ്ലൈ ചെയ്യുക കേട്ടോ. അടുത്ത് 2025 PSC പരീക്ഷ കലണ്ടർ ഉടൻ. സെക്രട്ടേറിയറ്റ് പരീക്ഷ ഏപ്രിൽ തുടങ്ങാൻ സാധ്യത. PSC 2020 നടത്തുന്ന പരീക്ഷകൾ ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന വാർഷിക പരീക്ഷ കലണ്ടർ ജനുവരി ആദ്യം പ്രസിദ്ധീകരിക്കും. 2025 ഡിസംബർ 30 വരെ പ്രസിദ്ധീകരിക്കുന്ന വിജ്ഞാപന പ്രകാരമുള്ള പരീക്ഷ നടക്കുന്ന മാസം ഉൾപ്പെടുത്തിയാണ് കലണ്ടർ പുറത്തിറക്കുന്നത്. 2024 ജനുവരി 1 ഈ വർഷത്തെ വാർഷിക കലണ്ടർ പ്രസിദ്ധീകരിച്ചത്. 2025 ജനുവരി 1 തന്നെ കലണ്ടർ പുറത്തിറക്കുമെന്നാണ് തയ്യാറെടുപ്പ്. ഏപ്രിൽ, ജൂൺ, മെയ്, ജൂലൈ, ഓഗസ്റ്റ്, ജൂലൈ, സെപ്റ്റംബർ, ഓഗസ്റ്റ്, ഒക്ടോബർ, സെപ്റ്റംബർ, നവംബർ, ഒക്ടോബർ, ഡിസംബർ എന്നിങ്ങനെ 7 ഘട്ടമായാണ് ഈ ഒരു പരീക്ഷ കലണ്ടർ വരിക. 2024 വിവിധ തസ്തികകൾ പരീക്ഷയ്ക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത വർഷം ഈ ഘടനയിൽ മാറ്റം ഉണ്ടാകില്ല. 10th ലെവൽ കോമൺ പ്രിലിമിനറി, ഡിഗ്രി ലെവൽ കോമൺ പ്രിലിമിനറി പരീക്ഷകൾ ഉണ്ടെങ്കിലും അതും കലണ്ടറിൽ ഉൾപ്പെടുത്തും. സെക്രട്ടറി അസിസ്റ്റൻറ്റ് പ്രിലിമിനറി പരീക്ഷ ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള ആദ്യഘട്ടത്തെ ഉൾപ്പെടുത്താൻ സാധ്യതയുള്ളത്. മാർച്ച് 11 PSC പരീക്ഷ. ജനുവരി 9 വരെ കൺഫർമേഷൻ നൽകാം. 2025 മാർച്ച് പരീക്ഷ കലണ്ടർ PSC പ്രസിദ്ധീകരിച്ചു. NCA സൈനിക ക്ഷേമ വകുപ്പിൽ ക്ലർക്ക്, വിമുക്ത ഭടൻ, വിവിധ വകുപ്പുകളിൽ സർജൻ, വാട്ടർ അതോറിറ്റി അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, അതുപോലെ തന്നെ മൈനിങ് ആൻഡ് ജിയോളജിക്കൽ അസിസ്റ്റൻറ്റ് ജിയോളജിസ്റ്റ്, മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ ക്ലിനിക്കൽ ലബോറട്ടറീഷ്യൻ ഗ്രേഡ് 2 എന്നിവയിൽ ഉൾപ്പെടുന്ന 11 പരീക്ഷകളാണ് മാർച്ചിൽ നടത്തുക. അപേക്ഷകൾക്ക് 2025 ജനുവരി 9 വരെ കൺഫർമേഷൻ നൽകാനായിട്ട് സാധിക്കും. LGS തിരുവനന്തപുരം, കോട്ടയം, തൃശ്ശൂർ 5 ചോദ്യം ഒഴിവാക്കി. കോട്ടയം, തൃശ്ശൂർ ജില്ലകളിൽ നവംബർ 30 നടന്ന ലാസ്റ്റ് ഗ്രേഡ് സർവൻ പരീക്ഷയിൽ 5 ചോദ്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. ചോദ്യക്കോഡ് A പ്രകാരം 5, 23, 30, 31, 85 എന്നീ ചോദ്യങ്ങളാണ് അന്തിമ ഉത്തരസൂചികയിൽ ഒഴിവാക്കിയത്. ഇതോടെ പരീക്ഷയിൽ ആകെ മാർക്ക് 95 മാറിയിട്ടുണ്ട്. ഇനി
99 തസ്തികകൾ PSC വിജ്ഞാപനം 31-നുണ്ടാവും. HSST കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൽ ഒഴിവ് 31 ഒഴിവുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, HST വനിത, CPO, IRB പോലീസ് അവസരങ്ങളൊക്കെ ഈ ഒരു വിജ്ഞാപനത്തിനകത്ത് വരുന്നുണ്ട്. അങ്ങനെ മൊത്തം 109 തസ്തികയിൽ PSC വിജ്ഞാപനം ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. ഇനി LP UP അധ്യാപക നിയമനം അഭിമുഖത്തിന് ഒരുക്കം തുടങ്ങിയിട്ടുണ്ട്. ഏപ്രിൽ മെയ് മാസങ്ങളിലായിരിക്കും അഭിമുഖം നടത്തുക. അധ്യാപക നിയമനത്തിലുള്ള ചുരുക്കപ്പട്ടികയിൽ ഇത്തവണ 12,082 പേരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. UPSTയിലാണെങ്കിൽ ചുരുക്കപ്പട്ടികയിൽ 9,033 പേരുമുണ്ട്. രണ്ട് വിഭാഗത്തിലും ആകെ എണ്ണത്തിൽ ഇത്തവണ കുറവുണ്ട്. ചില ജില്ലകളിൽ LP UP വ്യത്യാസമില്ലാതെ ഉദ്യോഗാർത്ഥികൾ കൂടുതലുണ്ടെങ്കിലും പൊതുവായി ചെറിയ പട്ടികകളാണ് പ്രസിദ്ധീകരിച്ചത്. നിയമനങ്ങൾ കുറഞ്ഞതും തസ്തിക നിർണയ നടപടികൾ വൈകുന്നതുമാണ് കാരണം. രേഖ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും അഭിമുഖം നടത്തുക. ഏപ്രിൽ മെയ് മാസങ്ങളിൽ അഭിമുഖം നടക്കുമെന്നാണ് പ്രതീക്ഷ. അതിനുള്ള നീക്കം ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ UP റാങ്ക് പട്ടികയിൽ 2025 ഒക്ടോബർ വരെ കാലാവധിയുണ്ട്. അപ്പോൾ നിലവിലുള്ള റാങ്ക് പട്ടികയിൽ എന്നുവരെ കാലാവധിയുണ്ട്? 2025 ഒക്ടോബർ വരെ കാലാവധിയുണ്ട്. ഫോർ എക്സാമ്പിൾ 2025 ഒക്ടോബർ ഒരു ഉദാഹരണമാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ 2025 ഒക്ടോബർ വരെയാണ് നിലവിലെ റാങ്ക് പട്ടികയുടെ കാലാവധി. അതായത് ഇപ്പോൾ അപ്പോയിൻമെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന റാങ്ക് പട്ടികയുടെ കാലാവധി 2025 ഒക്ടോബറാണ്. അപ്പോൾ 2025 ഫോർ എക്സാമ്പിൾ 2025 ഒക്ടോബർ 10-ാം തീയതി റാങ്ക് ലിസ്റ്റ് അവസാനിക്കുകയാണെങ്കിൽ നെക്സ്റ്റ് വീക്ക്, അതായത് ഒരു 20-ാം തീയതി ഒക്കെ ആകുമ്പോഴത്തേനും പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരും. PSCയുടെ ഒരു പുതിയ ഒരു പാറ്റേൺ അനുസരിച്ച് ഒരു 1.5 വർഷമായിട്ട് PSC ഫോളോ ചെയ്യുന്ന പാറ്റേൺ അനുസരിച്ച് ഒരു റാങ്ക് പട്ടിക അവസാനിക്കുന്ന നെക്സ്റ്റ് വീക്ക് അടുത്ത റാങ്ക് പട്ടിക നിലവിൽ വരും. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഇൻ്റർവ്യൂ ഒക്കെ നടക്കാൻ പോകുന്ന ഇപ്പോൾ റിസൾട്ട് വന്നിട്ടുള്ള ഈ പരീക്ഷ ഉണ്ടല്ലോ, 2024 നടന്ന ഈ പരീക്ഷ. അപ്പോൾ ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് എപ്പോൾ വരും? റാങ്ക് ലിസ്റ്റ് നിലവിൽ 2025 ഒക്ടോബർ എന്നാണോ കൃത്യം ഡേറ്റിന് ഇതിനു മുമ്പുണ്ടായിരുന്ന പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്നത്, അതിന് നെക്സ്റ്റ് വീക്ക് നിലവിൽ വരും. അപ്പോൾ എന്തായാലും അതിന് മുമ്പൊക്കെ ഇൻ്റർവ്യൂ ഉണ്ടാവും. അപ്പോൾ ഈ ഒക്ടോബറിൽ പുതിയ റാങ്ക് ലിസ്റ്റ്, ഇപ്പോൾ നടന്ന പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുമ്പോൾ അത് കഴിഞ്ഞിട്ട് ആ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി 3 വർഷമായിരിക്കും. ആ റാങ്ക് ലിസ്റ്റ് 3 വർഷം കാലാവധി അവസാനിക്കുന്നതിൻ്റെ പിറ്റേ ദിവസം അടുത്ത റാങ്ക് ലിസ്റ്റ് കയറണമെങ്കിൽ 2026 അവസാനമെങ്കിലും ഇനി വരുന്ന LP UP പരീക്ഷ നടക്കേണ്ടതുണ്ട്. അപ്പോൾ 2026 അവസാനം ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വന്ന് 2027 ജൂൺ ജൂലൈയിൽ പരീക്ഷ നടക്കാനാണ് സാധ്യതയുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ 1.5 വർഷമായിട്ട് PSC ഫോളോ ചെയ്യുന്ന പാറ്റേൺ, ഒരു റാങ്ക് ലിസ്റ്റ് അവസാനിച്ച് നെക്സ്റ്റ് വീക്ക് പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നതുകൊണ്ട് നമുക്ക് ഏകദേശം ഇങ്ങനെ അനുമാനിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ഈ തവണ പരീക്ഷ എഴുതാൻ പറ്റാത്ത, അല്ലെങ്കിൽ പരീക്ഷയുടെ ലിസ്റ്റിലിടുന്ന മെയിൻ ലിസ്റ്റിലോ ഷോർട്ട് ലിസ്റ്റോ ഒന്നും ഇടപെടാൻ കഴിയാത്ത ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യുക? 2026-27 വരുന്ന LP UPക്ക് വേണ്ടി ശ്രമിക്കുക കേട്ടോ. ആ ഒരു സമയത്ത് തന്നെ എന്തായാലും പരീക്ഷ നടക്കും. അപ്പോൾ നിങ്ങൾ അതിനു വേണ്ടി കൃത്യമായിട്ട് ശ്രമിക്കാതെ പഠിക്കാതിരിക്കരുത്. കൃത്യമായിട്ട് അതിനു വേണ്ടി നിങ്ങൾ പ്രിപ്പറേഷൻ ആരംഭിക്കുക. അതിനുവേണ്ടി നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മിഷൻ LP UP 2026-27 ക്ലാസ്സുകൾ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു കേട്ടോ. എല്ലാ ദിവസവും വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോസ് ഫോളോ ചെയ്ത് പോരാൻ മറക്കല്ലേ കേട്ടോ. ഇനി LP റാങ്ക് പട്ടികയിൽ 2025 മെയ് വരെയും കാലാവധിയുണ്ട്. അപ്പോൾ LP റാങ്ക് പട്ടിക 2025 മെയ് വരെയാണ് കാലാവധി ഉള്ളത്. അതിനുശേഷം പുതിയ റാങ്ക് പട്ടിക നിലവിൽ വരും. LPയിലും UPയിലും ഏറ്റവും വലിയ റാങ്ക് പട്ടിക മലപ്പുറം ജില്ലയുടേതാണ്. LPയിൽ ഇവിടെ 3066 പേരും UPയിൽ 1330 പേരുടെയുമാണുള്ളത്. 301 പേരുള്ള ഇടുക്കി ചുരുക്കപ്പട്ടികയാണ് LP വിഭാഗത്തെ ഏറ്റവും ചെറുത്. UPയിലാകട്ടെ 228 പേരുള്ള പത്തനംതിട്ടയും റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷമേ ഉദ്യോഗാർത്ഥികളുടെ മാർക്ക് പുനഃപരിശോധനയ്ക്കും ഉത്തരക്കടലാസ് പകർപ്പിനും അപേക്ഷ നൽകാനാവൂ. അപ്പോൾ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷമേ ഉദ്യോഗാർത്ഥികൾക്ക് മാർക്ക് പുനഃപരിശോധനയ്ക്കും ഉത്തരക്കടലാസ് പകർപ്പിനും അപേക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ LP UP അധ്യാപക ചുരുക്കപ്പട്ടിക നമുക്ക് നോക്കാം. തിരുവനന്തപുരം ജില്ലയിലെ മുഖ്യ പട്ടികയിൽ 580 പേരും ഉപപട്ടികയിൽ 563 പേരും, അങ്ങനെ 1143 പേരാണ് തിരുവനന്തപുരം ജില്ലയിൽ മൊത്തമുള്ളത്. കട്ട് ഓഫ് വന്നേക്കുന്നത് 41.67 ആണ് കേട്ടോ. ഇനി കൊല്ലം ജില്ലയിലെ മുഖ്യ പട്ടികയിൽ 481 പേരും ഉപപട്ടികയിൽ 450 പേരും, ആകെ 931 പേരാണ് കൊല്ലം ജില്ലയിൽ പട്ടികയിലുള്ളത്. 43.67 ആണ് കട്ട് ഓഫ്. ആലപ്പുഴ ജില്ലയിൽ മുഖ്യ പട്ടികയിൽ 264 പേരും ഉപപട്ടികയിൽ 257 പേരും, ആകെ 521 പേരും. 42.33 ആണ് ആലപ്പുഴ ജില്ലയിലെ കട്ട് ഓഫ്. പത്തനംതിട്ടയിൽ മുഖ്യ പട്ടികയിൽ 307ഉം ഉപപട്ടികയിൽ 289ഉം, ആകെ 596 പേരാണ്. 39.0 കട്ട് ഓഫ് മാർക്ക് വന്നേക്കുന്നത്. കോട്ടയം ജില്ലയിൽ മുഖ്യ പട്ടികയിൽ 205 പേരും ഉപപട്ടികയിൽ 207 പേരും,
ആകെ 412 പേര്. കട്ട് ഓഫ് വന്നേക്കുന്നത് 39.0. ഇടുക്കിയിൽ 150 പേരാണ് മുഖ്യ പട്ടികയിൽ. ഉപപട്ടികയിൽ 151 പേര്. 301 പേര് മൊത്തം പട്ടികയിലുണ്ട്. 38.67 കട്ട് ഓഫ്. എറണാകുളത്ത് 279 പേരാണ് മുഖ്യ പട്ടികയിൽ. ഉപപട്ടികയിൽ 258 പേര്. ആകെ എത്രയാണ്? 537 പേരാണ്. 537 പേര് തന്നെയാണ് ആകെ ഉള്ളത്. അതിൽ കട്ട് ഓഫ് വന്നേക്കുന്നത് 39.67. തൃശ്ശൂർ 503, ഉപപട്ടിക 464, മൊത്തം 967. കട്ട് ഓഫ് 42. പാലക്കാട് 349, ഉപപട്ടികയിൽ 334, ആകെ 683. കട്ട് ഓഫ് 46.33. മലപ്പുറം 1553 പേര്. ഉപപട്ടികയിൽ 1513 പേര്. ആകെ 3066 പേര്. കട്ട് ഓഫ് 45.67. കോഴിക്കോട് 66 പേര്. ഉപപട്ടികയിൽ. മുഖ്യ പട്ടികയിൽ 583 പേര്. 1189 പേര് മൊത്തത്തിലുണ്ട്. കട്ട് ഓഫ് 45.33. വയനാട് 152 പേര് മുഖ്യ പട്ടികയിൽ. ഉപപട്ടികയിൽ 158 പേര്. മൊത്തം 310 പേരാണ് ആകെ പട്ടികയിലുള്ളത്. 42 കട്ട് ഓഫ്. കണ്ണൂർ 200 പേരാണ് മുഖ്യ പട്ടികയിൽ. ഉപപട്ടികയിൽ 211 പേരും. ആകെ 411 പേരുമാണ് ഉള്ളത്. 46.67 കട്ട് ഓഫ്. കാസർഗോഡ് 505 പേരാണ്. ഉപപട്ടികയിൽ 510 പേരും. മൊത്തം 1015 പേര്. കട്ട് ഓഫ് 44.67. അപ്പോൾ ആകെ 6134 പേരാണ് മുഖ്യ പട്ടികയിൽ എല്ലാ ജില്ലകളിലും കൂടെ ഉള്ളത്. ഉപപട്ടികയിൽ 5948 പേര്. മൊത്തം 12082 പേരുമാണ് മൊത്തം LP സ്കൂളിൽ ആകെ വന്നേക്കുന്നത്. ഷോർട്ട് ലിസ്റ്റും മെയിൻ ലിസ്റ്റിലും ഒക്കെ ആയിട്ട് അത് വന്നേക്കുന്നവർ കേട്ടോ. സപ്ലിമെൻ്ററി ലിസ്റ്റിലും ഒക്കെ ആയിട്ട് വന്നേക്കുന്നത്. ഇനി UP സ്കൂൾ അധ്യാപക പട്ടികയുടെ തസ്തികയുടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കട്ട് ഓഫ് കൊടുത്തേക്കുന്നത് തിരുവനന്തപുരം 62.33, കൊല്ലം 65.33, ആലപ്പുഴ 61.33, പത്തനംതിട്ട 55.33, കോട്ടയം 59, ഇടുക്കി 57, എറണാകുളം 61.67, തൃശ്ശൂർ 62.67, പാലക്കാട് 64.33, മലപ്പുറം 66.33, കോഴിക്കോട് 66.33, വയനാട് 62.33, കണ്ണൂർ 65, കാസർഗോഡ് 662.0. അപ്പോൾ ഇത്രയുമാണ് വിവിധ ജില്ലകളുടെ UP സ്കൂൾ ടീച്ചറിൻ്റെ കട്ട് ഓഫ് മാർക്ക് വന്നേക്കുന്നത്. ഉപപട്ടികയിലും മെയിൻ പട്ടികയിലുമുള്ള ആളുകളുടെ എണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് ഇതിനെക്കുറിച്ച് ഉള്ള ഡീറ്റെയിൽസ് നമ്മൾ നോക്കിയിട്ടുള്ളത്. അപ്പോൾ LP UP അധ്യാപക നിയമനത്തിൽ ഏപ്രിൽ മെയ് മാസങ്ങളിലായിട്ട് അഭിമുഖം ഉണ്ടാവും. അപ്പം നിങ്ങൾ കൃത്യമായിട്ട് അഭിമുഖത്തിന് പങ്കെടുക്കുന്നവർ നല്ല രീതിയിൽ പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ട് ഇൻ്റർവ്യൂവിന് പോവുക. കാരണം ഇൻ്റർവ്യൂ എന്ന് പറയുന്ന കടമ്പ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. പ്രത്യേക അധ്യാപക മേഖലയിലും പ്രത്യേകം ഒരു നമുക്ക് എന്താണോ ഒബ്ജക്റ്റീവ് പരീക്ഷയുടെ പ്രാധാന്യം അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിന് ഈക്വൽ പ്രാധാന്യമുണ്ട്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ട് പോകുക. പ്രത്യേകിച്ച് സമകാലീന സംഭവങ്ങൾ നന്നായിട്ട് അറിഞ്ഞിട്ട് പോകുക. കാരണം അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപക എന്ന് പറയുമ്പോൾ നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് നല്ല നോളജ് വേണമല്ലോ. ഇപ്പോഴത്തെ വിദ്യാഭ്യാസ നയങ്ങളെക്കുറിച്ചും ഒക്കെ നിങ്ങൾക്ക് നല്ലൊരു അറിവുണ്ടാവണം. അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും സെർച്ച് ചെയ്ത് പഠിച്ചിട്ട് പോവുക. നല്ലൊരു ക്ലാസ് പ്രിപ്പയർ ചെയ്തിട്ട് പോവുക. ഒരു ക്ലാസ് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് എടുക്കാനുണ്ടാകും തീർച്ചയായിട്ടും. അപ്പോൾ ഒരു ടോപ്പിക്ക് വ്യക്തമായിട്ട് പഠിച്ചിട്ട് പോവുക. ചിലപ്പോൾ അവർ തന്നെ ടോപ്പിക്ക് തരുമായിരിക്കും ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മുടെ ഇഷ്ടമുള്ള ടോപ്പിക്ക് എടുക്കാനായിരിക്കും പറയുന്നത്. എന്തു തന്നെ ആയാലും ഒരു ടോപ്പിക്ക് നല്ല രീതിയിൽ വൃത്തിയായിട്ട് നല്ല രീതിയിൽ അതിനെക്കുറിച്ച് നല്ല ആഴത്തിലുള്ള അറിവുമായിട്ട് പോവുക കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. LP UPയുടെ ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ടിട്ട് ഡീറ്റെയിൽഡ് വീഡിയോ ഉണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ.